സംസ്ഥാന സർക്കാർ മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ പെരുന്നാളിൻ്റെ മുന്നേ വിതരണം ചെയ്യുക എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൊപ്പം ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടി കൊപ്പം സർവീസ് സഹകരണ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് 65 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എന്നാൽ കൊപ്പം സർവീസ് സഹകരണ ബാങ്ക് ഇത് വിതരണം ചെയ്യാൻ ആവശ്യമായ നടപടികൾ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. പെൻഷൻ ഗുണഭോക്താക്കളെ സർക്കാരിന് എതിരാക്കുക എന്ന രാഷ്ട്രീയമായ ദുരുദ്ദേശം കൂടി ഇതിൽ ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇനിയും ഇത്തരത്തിൽ ബാങ്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി ഞങ്ങൾ ഉണ്ടാവും എന്നാണ് മുസ്ലിം ലീഗ് കൊപ്പം പഞ്ചായത്ത് പാർട്ടിക്ക് ഇവിടെ പറയാനുള്ളത്. ഈ പെൻഷൻ തുക തൊട്ടടുത്ത വെല്ലപ്പുഴ, കുൽക്കല്ലൂർ പഞ്ചായത്തുകളിലേക്ക് വിതരണ നടപടികൾ അവസാനിപ്പിച്ചു. മാത്രവുമല്ല, നേരിട്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഗുണഭോക്താക്കൾക്ക് ഈ പണം ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ടൊക്കെ അവരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുമുണ്ട്. എന്നിരിക്കെ നേരിട്ട് വീട്ടിലെത്തിക്കുക എന്ന ഈ ഒരു പദ്ധതി ഉണ്ടായിരിക്കെ ഗവൺമെൻറ്റിനെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ പ്രതികൂലമാക്കാൻ വേണ്ടിയാണ് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം പരിപാടികൾ ഉള്ളത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നമുക്ക് ഈ പരിപാടിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഒന്ന്, ബാങ്ക് ഇവിടെ കൊപ്പം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഭരിക്കുന്നത് CPMൻ്റെ അണ്ടറിലാണ്. ഒന്ന്, അവർ ചെയ്യുന്ന കാര്യം സർക്കാരിനെ താറടിച്ച് കാണിക്കുക എന്നുള്ളതാണ്. പെരുന്നാളിന് മുമ്പേ എത്തിക്കാമെന്ന് പറഞ്ഞ പെൻഷൻ അവരെത്തിക്കുന്നില്ല. അതുവഴി സർക്കാരിനെ മോശപ്പെടുത്തുക എന്നുള്ളതാണ് CPMൻ്റെ അജണ്ടയാണ്. രണ്ടാമത്, അല്ലെങ്കിൽ പെരുന്നാൾ ജനങ്ങൾ ആഘോഷിക്കേണ്ടേ, അതൊരു വിഭാഗീയത ആയിട്ടാണ് നമ്മൾ കാണുന്നത്. മറ്റ് ആഘോഷങ്ങളെ പോലെ, ഓണത്തെ പോലെ, ക്രിസ്മസിനെയും പോലെയും പെരുന്നാൾ ജനങ്ങൾ ആഘോഷിക്കേണ്ട എന്നാണോ? ഇതുമായിട്ടുള്ള പരിപാടിയുമായിട്ടാണ് ഇനി കോഓപ്പറേറ്റീവ് ബാങ്ക് മുന്നോട്ട് പോകുന്നതെങ്കിൽ ശക്തമായി മുസ്ലിം ലീഗ് പാർട്ടി ബാങ്കിലോട്ട് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തും. അതിൻ്റെ പ്രതിഷേധങ്ങളെ അവർ നേരിടേണ്ടി വരിക തന്നെ ചെയ്യും. പാവപ്പെട്ട ജനങ്ങൾക്ക് എത്തേണ്ട പെൻഷനാണ്. അവർക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയാണ് സർക്കാർ, മുഖ്യമന്ത്രി പറഞ്ഞത് ക്ഷേമ പെൻഷൻ 25-ാം തീയതി മുമ്പേ എല്ലാവർക്കും കിട്ടുമെന്ന് പറഞ്ഞത്. ആ പെൻഷൻ ഇതുവരെ അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതുമായിട്ട് ഇനി മുന്നോട്ട് പോകുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ കൊപ്പം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി മുന്നോട്ട് പോകും. ഈ കൊപ്പം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ പല ആരോപണങ്ങളും ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഡെയിലി കളക്ഷൻ്റെ കാര്യങ്ങളിലാണെങ്കിലും പല കാര്യങ്ങളും, അതൊക്കെ ഞങ്ങൾ കുറേ ക്ഷമാപൂർവം അത് ഒരു സ്ഥാപനത്തെ താറടിച്ച് കാണിക്കണ്ട എന്ന് വിചാരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇനി ഇത്ര നടപടികൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, കോഓപ്പറേറ്റീവ് ബാങ്ക് ഇത്ര നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ അതിലുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ അറിയിക്കും. ഈ കോഓപ്പറേറ്റീവ് ബാങ്ക് വെച്ച ആളുകൾ എല്ലാം CPMൻ്റെ ആളുകളാണ്. ഈ പെൻഷൻ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന ആളുകൾ മുഴുവൻ കൊപ്പം പഞ്ചായത്തായാലും ശരി, തിരുവാപ്പുറ പഞ്ചായത്തായാലും ശരി, വെളിയൂർ പഞ്ചായത്തായാലും ശരി, എല്ലാ 3 പഞ്ചായത്തുകളിലും ഈ ക്ഷേമ പെൻഷൻ കൊണ്ടുപോയി കൊടുക്കുന്നത് CPMൻ്റെ ആളുകളാണ്. പല അഴിമതികളും നമ്മളെ ആരോപണങ്ങളും നമ്മളെ ചെവിയിൽ വരുന്നുണ്ട്. നമ്മളതൊക്കെ ക്ഷമിച്ചിരിക്കുകയാണ്. ഇതിനൊക്കെ ഒരു നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കൊപ്പം സർവീസ് സഹകരണ ബാങ്കിൻ്റെ കീഴിൽ പെൻഷൻ വിതരണം നടക്കുന്ന 3 പഞ്ചായത്തുകളിലും ബാങ്ക് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തുടർന്നുള്ള ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ പൊതുജന സമൂഹത്തിൽ വിളിച്ചു പറയാൻ മുസ്ലിം ലീഗ് പാർട്ടി നിർബന്ധിതരാകും. ബാങ്കിനെക്കുറിച്ച് നിരവധി ആരോപണങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ വിശദമായി പഠിച്ച് ബാങ്കിനെതിരെയുള്ള സമര പരിപാടികൾക്ക് കൊപ്പം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി നേതൃത്വം നൽകുമെന്ന് കൂടി പറയുകയാണ്. പട്ടാമ്പിക്കും ഇനി ഓക്സിജൻ. ഉദ്ഘാടനം മെയ് 25 തിങ്കൾ രാവിലെ 10-ന്. Oxygen, the digital expert.